2024 മെയ് 15 പുലർച്ചെ കാഞ്ഞങ്ങാട്ടെ നാട്ടുകാർ ഉണർത്തത് 3ാം ക്ലാസ്സുകാരിക്ക് നേരെയുണ്ടായ കൊടും ക്രൂരതയുടെ വാർത്ത കേട്ടാണ്. പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിലിൽ പോലീസിനൊപ്പം നാട്ടുകാർ ഒന്നാകെ അണിചേർന്നു. പോലീസ് 9 ദിവസം കൊണ്ട് പ്രതിയെ പിടികൂടുകയും ചെയ്തു. ഒടുവിൽ പടന്നക്കാട് 10 വയസ്സുകാരെ പീഡിപ്പിച്ച കേസിൽ 1.5 വർഷത്തിനുള്ളിൽ പ്രതിക്ക് കോടതി ശിക്ഷയും വിധിച്ചിരിക്കുന്നു. ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് പ്രതിക്ക് കോടതി വിധിച്ചത്. പ്രതി മരണം വരെയും ജയിലിൽ കഴിയണമെന്നും കോടതി വിധിച്ചു. കുടക് സ്വദേശി സലീം എന്ന സൽമാനെയാണ് ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഇദ്ദേഹം ഒരു സ്ഥിരം കുറ്റവാളിയാണ്. എൻ്റെ പ്രോസിക്യൂഷൻ വാദം ഇദ്ദേഹം പുറത്തിറങ്ങിയാൽ സൊസൈറ്റിക്ക് തന്നെ, സമൂഹത്തിന് തന്നെ ഒരു ഭീഷണിയാണ്. ഭീഷണി എന്നാണ് എൻ്റെ വാദം, പ്രോസിക്യൂഷൻ വാദം ഉണ്ടായത്. പക്ഷെ അത് കോടതി പരിഗണിച്ചില്ല. ഇത്തരം ഒരു സ്ഥിതിയാണ് കേസിനെ സംബന്ധിച്ച്. രണ്ടാം പ്രതിയെ സംബന്ധിച്ച് രണ്ടാം പ്രതി ഈ കവർച്ച ചെയ്ത മാല കമ്മൽ കുട്ടിയുടെ കമ്മൽ വിൽക്കാൻ വേണ്ടി സഹായിച്ചു. കൂത്തുപറമ്പിലെ ജ്വല്ലറിയിൽ വിൽക്കാൻ വേണ്ടി സഹായിച്ചു എന്നാണ് രണ്ടാം പ്രതിക്കെതിരായിട്ടുള്ള കുറ്റം. ആ കുറ്റം അത് ഞാൻ അത്ര സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടില്ലെങ്കിലും കോടതി കുറ്റക്കാരിയാണെന്ന് കണ്ടിട്ടുണ്ട്. ചെറിയ ഫൈൻ വിധിച്ചുകൊണ്ട് ആ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുന്നുണ്ട്. എല്ലാം സംതൃപ്തനാണ് പ്രോസിക്യൂഷൻ. ക്ലാരിറ്റിക്ക് വേണ്ടി സ്ഥിരം കുറ്റവാളിയാണെന്നുള്ളത് കോടതി അംഗീകരിച്ചില്ല. സ്ഥിരം കുറ്റവാളിയാണെന്ന് ആ കേസ് 525/2023 കേസ് ഈ കോടതിയിൽ വിചാരണയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. അത് വിക്ടിമിന് വേണ്ടി നോട്ടീസ് പോയിട്ടുണ്ട്. വിചാരണ അടുത്ത മാസം തന്നെ ആരംഭിക്കും. അതും ഇതേപോലെ സമാനമായുള്ള കേസാണ്. കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയി കാട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ മാരകമായി ഇങ്ങനെ ചെയ്ത ഒരു കേസാണ്. വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇത് നാടിനെ, കാഞ്ഞങ്ങാട്ട് എന്ന നാട്ടുകാരെ സംബന്ധിച്ചേറെ ഞെട്ടലുളവാക്കിയൊരു വാർത്തയായിരുന്നു. നമ്മൾ 2024 മെയ് 15 ബൈജു ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ അവിടെ സ്ഥലത്തെത്തുമ്പോൾ ഒരു നാട് വിറങ്ങലിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരൊന്നാകെ പ്രതിക്ക് വേണ്ടി അന്വേഷണം നടത്തി. പക്ഷേ 9ാം ദിവസമാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്. എന്നാൽ അതിൻ്റെ കുറ്റപത്രം അതിവേഗത്തിൽ സമർപ്പിക്കുന്നു. കേസിൻ്റെ ശിക്ഷ വരുന്നു, മാതൃകാപരമായ ശിക്ഷ. ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് പ്രോസിക്യൂഷനും ആ പെൺകുട്ടിയുടെ കുടുംബവും വിധിയിൽ സംതൃപ്തരാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയായിരുന്നു ഈ കേസിൻ്റെ അന്വേഷണത്തിലേക്കും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട, അതായത് ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ടോമേ, കേരളം ഏറെ ചർച്ച ചെയ്ത ഒരു സംഭവമാണ്. മാത്രമല്ല ഈ നാട് ഒരു വലിയ തോതിൽ ഞെട്ടലോട് കേട്ട ഒരു സംഭവമാണ്. അത് 10 വയസ്സുകാരിയായ ഒരു പെൺകുട്ടി വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ പുലർച്ചെ 2:30 ഇത്തരത്തിൽ വീടിനകത്ത് നിന്നും എടുത്തുകൊണ്ടുപോയി, ഉറങ്ങുന്ന ആളെ എടുത്ത് ചുമന്നു കൊണ്ടുപോയി സമീപത്ത് ഒരു പാടത്ത് കൊണ്ടുപോയി അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിച്ച ഒരു കേസാണ്. അതായത് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാതെ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം. ആ കേസിലാണ് ഇപ്പോൾ ഹോസ്ദുർഗ് ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇത്തരത്തിൽ ഇയാൾക്കെതിരെ ഇരട്ട ജീവപര്യന്തം, മാത്രമല്ല ഇയാൾ മരണം വരെ ജയിലിൽ കഴിയണമെന്ന ഒരു വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. എന്തായാലും ഈ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിച്ച് വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പക്ഷെ അത് കോടതി ചെവിക്കൊണ്ടില്ല. അതിനു പകരം ഇത്തരത്തിൽ മരണം വരെ ജയിലിൽ കഴിയണമെന്ന ഒരു വിധിയാണ് ഇപ്പോൾ പ്രസ്താവിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ സമയത്ത് ഇയാൾ ഒരു കുട്ടിയുടെ കാതിൽ നിന്നും ഒരു കമ്മൽ മോഷ്ടിച്ചിരുന്നു. ആ കമ്മൽ കൂത്തുപറമ്പിലെ ഒരു ജ്വല്ലറിയിലാണ് വിൽപ്പന നടത്തിയിരുന്നത്. ആ വിൽപ്പന നടത്താൻ സഹായിച്ച സുബൈദിയാണ് ഈ കേസിൽ ഇയാളുടെ സഹോദരി കൂടിയാണ് രണ്ടാം പ്രതി. ഇവരെ 1 ദിവസത്തെ തടവിനാണ് കോടതി ശിക്ഷിച്ചിട്ടുള്ളത്. വലിയ ശിക്ഷ ഇവർക്ക് നൽകിയിട്ടില്ല. 1 ദിവസത്തെ തടവിന്, ഇന്ന് വൈകുന്നേരം വരെ കോടതി പിരിയും വരെ തടവിനും 1000 രൂപ പിഴയും ശിക്ഷ കൊടുക്കാൻ വിധിച്ചു. ഏതായാലും ഈ PA സലീം എന്ന് പറയുന്ന ഈ നരാധവനെ സംബന്ധിച്ച് ഇയാൾ ഇതിൽ മുമ്പും ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രതിയാണ്. മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു 10ാം ക്ലാസ്സുകാരിയെ ഇത്തരത്തിൽ സ്കൂളിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ആദൂർ വനത്തിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ്. മറ്റൊരു കേസിൽ ഈ പോക്സോ കോടതിയിൽ തന്നെ, ഇതേ കോടതിയിൽ തന്നെ ഇയാൾക്കെതിരെ മറ്റൊരു കേസിലും വിചാരണ നടത്തുന്നുണ്ട്. അതും പോക്സോ കേസാണ്. കർണാടകയിലും ഇയാൾക്കെതിരെ പോക്സോ കേസും. ഇങ്ങനെ സ്ഥിരമായ ഒരു കുറ്റവാളിയാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ജീവിതകാലം മുഴുവൻ ജയിലിൽ ഇടണമെന്ന ഒരു വിധി ഇതിൽ പ്രസ്താവിച്ചിട്ടുള്ളത്. എന്നാലും ഈ സംഭവം 2024 മെയ് 15, അതായത് വളരെ വേഗം തന്നെ ഇതിന്റെ വാദങ്ങളെല്ലാം പൂർത്തിയായി ഇത് വിധി പറഞ്ഞു എന്നാണ് ഈ കേസിന്റെ പ്രത്യേകത. അത് മാത്രമല്ല 39 ദിവസം കൊണ്ട് ഇതിൽ കുറ്റപത്രം പോലീസ് സമർപ്പിച്ചു എന്നതും വളരെ വലിയ പ്രത്യേകതയാണ്. 60 സാക്ഷികളെ വിസ്തരിച്ചു. ഈ 60 സാക്ഷികളിൽ ഒരാൾ പോലും കൂറുമാറിയില്ല എന്നതും ഈ കേസിന്റെ പ്രത്യേകതയാണ്. പ്രധാനമായും DNA സാമ്പിൾ, ഒപ്പം
മറ്റ് ശാസ്ത്രീയ തെളിവുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതിൽ കേസിൽ നിർണായകമായതും ഈ വിധി പ്രസ്താവനത്തിലേക്ക് എത്തിയതും. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെളിവുമില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു തുടക്കത്തിലെങ്കിൽ 10 ദിവസത്തിനകം തന്നെ ഈ പ്രതിയെ പിടികൂടാനായി. ഇയാൾ ഈ കമ്മൽ വിറ്റതിന് ശേഷം, കൂത്തുറമ്പ് വിറ്റതിന് ശേഷം ബാംഗ്ലൂർ വഴി ആന്ധ്രാപ്രദേശിലേക്ക് അടുക്കുകയായിരുന്നു. പിന്നീട് പോലീസ് ഇയാളെ ആന്ധ്രാപ്രദേശിലെത്തിയാണ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, നിരന്തരം 10 ദിവസം ന്യൂസ് 18 തുടർച്ചയായി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ കുട്ടിയെ ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവം ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് 18 ആണ്. അതിനുശേഷം ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന വസ്തുത വരുന്നത്. ആദ്യം തട്ടിക്കൊണ്ടുപോയെന്നാണ് പ്രചരണം ഉണ്ടായത്. ഈ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഇയാൾ പാടത്ത് കൊണ്ടുപോയി ഇത്തരത്തിൽ ഈ കുട്ടിയെ, വെറും 10 വയസ്സായ ഒരു കുട്ടിയെന്ന് ഓർക്കണം, ഈ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം അവിടെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പുലർച്ചെ ഈ കുട്ടി തൊട്ട് സമീപത്തൊരു വീട്ടിൽ കോളിംഗ് ബെല്ലടിച്ച് ആ വീട്ടുകാരെ ഉണർത്തിയതിനു ശേഷമാണ് ഈ വിവരം പറയുന്നതും പിന്നീട് പോലീസിൽ വിവരം പറയുന്നതും ഒക്കെ ചെയ്യുന്നത്. അത്തരത്തിൽ വലിയ തോതിൽ പ്രതിഷേധമുയർന്നിരുന്നു. ഈ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുന്ന സമയത്ത് ആളുകൾ ഇയാളെ മർദ്ദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയ തോതിൽ വാർത്തയായതാണ്, വലിയ ചർച്ചയായ ഒരു സംഭവമാണ്. ആ കേസിലാണ് 1.5 വർഷത്തിനകം തന്നെ ഈ വിധി വരുന്നത് എന്നതും ഏറ്റവും പ്രധാനമാണ്. അതിലിപ്പോൾ നൽകിയിരിക്കുന്ന ഈ വിധി ഇയാൾക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയണം എന്ന ഒരു വിധിയാണ്. അത് ഇരട്ട ജീവപര്യന്തമുണ്ട്, പോക്സോ വകുപ്പ് പ്രകാരമുണ്ട്. അത്തരത്തിൽ നിരവധി വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ഇയാൾക്കെതിരെ വിധി പ്രസ്താവിച്ചിട്ടുള്ളത്. അതിൽ ഈ ജഡ്ജി എടുത്തു പറഞ്ഞത് ഇതിൽ ഇയാൾ മരണം വരെ ജയിലിൽ കഴിയണമെന്നാണ്. അല്പസമയം മുമ്പാണ് ഇയാളെ ഇത്തരത്തിൽ ഈ കോടതിയിൽ നിന്നും ഇപ്പോൾ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇയാൾ തുടരും. ഇയാളുടെ സഹോദരി, കേസിലെ 2ാം പ്രതി സുബൈബ എന്ന് പറയുന്ന ആ സ്ത്രീ, അവരിപ്പോൾ വൈകുന്നേരം ഈ പ്രോസിക്യൂഷന് പ്രധാനപ്പെട്ട വാദം, ഇയാളൊരു സ്ഥിരം കുറ്റവാളിയാണ്, ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ വീണ്ടും ഇതുപോലെ പെൺകുട്ടികളെയും സ്ത്രീകളെയും ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്, പരമാവധി ശിക്ഷ നൽകണമെന്നൊരാവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ഈ വാദങ്ങൾ ഉൾപ്പെടെ പരിഗണിച്ചായിരുന്നോ കോടതിയുടെ നടപടികൾ? തീർച്ചയായും ടോമെ, ഈ ശനിയാഴ്ചയായിരുന്നു ഇതിൽ ഈ കേസിൽ വിധി പറയാൻ വേണ്ടി എടുത്തിരുന്നത്. ആ സമയത്ത് ഒരു വാദം നടന്നിരുന്നു. അതിൽ പ്രോസിക്യൂഷൻ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണം. ഈ പ്രതി ഇത്തരത്തിൽ സ്ഥിരമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ഒരാളാണ്. 2 കേസുകൾ ഇയാൾക്കെതിരെ സമാനമായ രീതിയിൽ ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസുണ്ട്. ഈ പ്രതി പുറത്തിറങ്ങിയാൽ അത് വലിയ അപകടമാണ്. ഈ കാര്യം തന്നെയാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയത്. ഒരുപക്ഷെ പ്രോസിക്യൂഷൻ വരെ ഇയാൾക്ക് വധശിക്ഷ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മോട് പങ്കുവച്ചത്. എങ്കിലും ഇയാൾക്ക് പരമാവധി ശിക്ഷ നൽകിയിട്ടുണ്ട്. ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാത്ത രീതിയിലുള്ള ഒരു വിധി പ്രസ്താവന കൂടി ഉള്ളതുകൊണ്ട് ഒരു ആശ്വാസം എന്നാണ് അവർ പറഞ്ഞത്. കുടുംബം കോടതിയിൽ കുടുംബത്തിൽ നിന്നാരും കുട്ടിയുടെ കുടുംബത്തിൽ നിന്നാരും കോടതിയിൽ ഇന്നെത്തിയിരുന്നില്ല, വിധി പ്രസ്താവന കേൾക്കാൻ എത്തിയിരുന്നില്ല. കാരണം അവരുടെ മാനസികാവസ്ഥ ഇപ്പോഴും വളരെ മോശമാണ്. കാരണം നമുക്കറിയാമല്ലോ, അത്രത്തോളം ഒരു കുട്ടി, സ്നേഹിക്കുന്ന ഒരു കുട്ടി വല്യച്ഛനപ്പുറം കിടന്നുറങ്ങുകയായിരുന്നു. ആ സമയത്ത് പശുവിനെ കറക്കാൻ പോയ സമയത്ത് ഇയാൾ ഇതിനകത്ത് കൃത്യമായി തക്കം പാർത്ത് ഈ കുട്ടിയെ എടുത്ത് അടുക്കള ഭാഗത്ത് കൂടി പുറത്തു കൊണ്ടുപോകുന്ന സാഹചര്യമാണ്. പിന്നീട് വല്യച്ഛൻ തിരിച്ചു വരുമ്പോൾ ഈ കുട്ടിയെ കാണാനില്ല. അത് പുലർച്ചെ 2:30 ഈ സംഭവം നടക്കുന്നത്. അത്തരത്തിൽ അതിനീചമായ ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോഴും ആ മാനസികാവസ്ഥയിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ഇന്ന് കോടതിയിൽ എത്തിയിരുന്നില്ല. ഇയാളെ വധശിക്ഷ ഇയാൾക്ക് നൽകണമെന്നൊരു ആവശ്യം തന്നെയായിരുന്നു ഇവർ ഉന്നയിച്ചിരുന്നത്. ഇതിൽ ഈ പ്രതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, തനിക്ക് വൃദ്ധരായ മാതാപിതാക്കളുണ്ട്, 4 കുട്ടികളുടെ ഒരു പിതാവാണ്, അതുകൊണ്ട് ശിക്ഷ പരമാവധി കുറക്കണമെന്നൊരു ആവശ്യമായിരുന്നു ഇയാൾ ശനിയാഴ്ച നടന്ന ഈ കോടതി വിധി സംസാരിച്ചിരുന്നത്. പക്ഷേ അത് ഏതായാലും കോടതി ചെവിക്കൊണ്ടില്ല. കൃത്യമായി ഇയാളെ ഏതെങ്കിലും തരത്തിൽ ഇയാൾ ഇനി സമൂഹത്തിൽ പുറത്തിറങ്ങാത്ത രീതിയിലുള്ള ഒരു ശിക്ഷ തന്നെ കോടതി നൽകിയിരിക്കുന്നു. മാത്രമല്ല, ഇനി അടുത്ത കേസ് വൈകാതെ തന്നെ അതിന്റെ വിധി കൂടി ഇനി വരാനിരിക്കുന്നു. ആ കേസിലും ഇയാൾ ഇനി കൂടുതൽ ശിക്ഷ അതിലും അനുഭവിക്കേണ്ടി വരും. അത്തരത്തിൽ 2 കേസും കൂടി ഇനി വിചാരണ നടപടികൾ പൂർത്തിയായി വിധി പറയാനായി കാത്തിരിക്കുന്നുണ്ട്. ആ കേസിൽ വിധി കൂടി ഇനി വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഏതെങ്കിലും തരത്തിൽ പുറത്തിറങ്ങുന്നത് അത് അപകടകരമാണ്. അത് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് കോടതി അംഗീകരിച്ചു എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇത്തരത്തിൽ വധശിക്ഷ നൽകാനുള്ള അത്ര തെളിവുകൾ അതിൽ ഇല്ല എന്ന ഒരു കണ്ടെത്തലാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. എന്തായാലും ഇരട്ട ജീവപര്യന്തം, പോക്സോ ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകളിൽ ഇരട്ട ജീവപര്യന്തം ഉൾപ്പെടെ ഇതിൽ ചുമത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി അടിവരയിട്ട് ഈ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇയാൾ മരണം വരെ ജയിലിൽ കഴിയേണ്ടി വരുമെന്ന വാക്ക് തന്നെയാണ് കോടതി വെച്ചത്. അത് തന്നെയാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസം എന്ന് പറയാവുന്നതും. യെസ്, വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ ഗോവിന്ദച്ചാമിയെപ്പോലൊരു കൊടും കുറ്റവാളിയാണ് കുടക് സ്വദേശിയായ സൽമാൻ.
പ്രത്യേകിച്ചും പെൺകുട്ടികളെയും സ്ത്രീകളെയും കണ്ടു കഴിഞ്ഞാൽ ഇയാൾ ആക്രമിക്കും, കൊലപ്പെടുത്താനും മടിക്കില്ല. സമാനമായ രീതിയിലുള്ള മറ്റു പല കേസുകളും പ്രതിയാണ്. ആ കേസുകളുടെയും വിചാരണ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. എന്തായാലും മരണം വരെയും തടവ് ശിക്ഷയാണ് പടന്നക്കാട്ടെ 10 വയസ്സുകാരി പീഡിപ്പിച്ച കേസിൽ പ്രതി സൽമാന് കോടതി വിധിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം.